ഓൾ, ഇന്ന് നമുക്കൊരു സെലോഫിൻ ഷീറ്റ് എങ്ങനെ ഈസിയായി കട്ട് ചെയ്യാമെന്നും അതെങ്ങനെ ഈസിയായിട്ട് റോൾ ചെയ്തെടുക്കാമെന്നും നോക്കാം. അതിനായി നമുക്കൊരു സെലോഫിൻ ഷീറ്റ് എടുക്കാം, ഒരു കട്ടറും. എന്നിട്ട് നമ്മളതിനെ നിവർത്തി വയ്ക്കുക. സെലോഫിൻ ഷീറ്റ് നിവർത്തി വെച്ച് അതിനെ രണ്ടായിട്ട് ഭാഗിക്കാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പതുക്കെ മടക്കി ആ മടക്കിയ ഭാഗം ഒന്ന് കറക്റ്റാക്കി പിടിച്ച് അതിനെ പതുക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ പതുക്കെ ഒരളവിൽ പതുക്കെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു 2 പീസായിട്ട് നമുക്ക് കിട്ടും. ഈ 2 പീസിനെ നമ്മൾ ഒന്നുകൂടി മടക്കി കട്ട് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി നമ്മളത് മടക്കി അതിനെ കറക്റ്റായിട്ട് ലെവലിൽ പിടിച്ച് എല്ലാ ഭാഗത്തും ഒരുപോലെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഒരു അളവിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. വീണ്ടും നമ്മളതിനെ കട്ട് ചെയ്ത് പതുക്കെ കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു 4 പീസസ് സെലോഫിൻ ഷീറ്റ് കിട്ടും. ഈ ഷീറ്റിനെ നമ്മൾ 3ആയിട്ട് ഭാഗിച്ച് കട്ട് ചെയ്യാം. അതിനെ ഫസ്റ്റായിട്ട് ഇങ്ങനെ മടക്കാം. അളവ് കറക്റ്റാക്കി 2 സൈഡും ഓക്കെ ആണോ, 3 ഭാഗങ്ങളായി കിട്ടിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക. അതിന് ശേഷം ഈ ഭാഗം ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റാം. പിന്നെ 2 ഭാഗവും ഒരുപോലെ വെച്ച് കറക്റ്റ് അളവിൽ നമുക്ക് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 12 പീസസ് അതിൽ നിന്ന് കിട്ടും. ഈ കട്ട് ചെയ്തതിൽ നിന്നാണ് നമ്മൾ റോൾ ചെയ്ത് എടുക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ നെയിൽ കോണിനും യൂസ് ചെയ്യുന്നത്, ഹെന്ന കോണിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നല്ല ഭാഗം ഏതാണെന്ന് ജസ്റ്റ് നോക്കിയതിന് ശേഷം നല്ല ഭാഗം പുറത്ത് വരുന്നത് പോലെ നമുക്ക് ഉള്ളിലോട്ട് മടക്കി ഇതൊന്ന് റോൾ ചെയ്ത് എടുക്കാം. പതുക്കെ ഉള്ളിലോട്ട് മടക്കി മടക്കി കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് സൈഡൊക്കെ കിട്ടും. കിട്ടിയതിന് ശേഷം ഒന്നുകൂടി കറക്റ്റാക്കി ഹോള് കറക്റ്റാവുന്നുണ്ടോ എന്ന് നോക്കുക. കറക്റ്റ് ഹോളായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനായി ഉള്ളിലോട്ടുള്ള പതുക്കെ വലിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്കവിടെ ഒരു ഹോളായിട്ട് വരും. നമ്മൾ അതിലോട്ട് പതുക്കെ നോക്കി ഹോളായെങ്കിൽ നമുക്കൊരു പിന്നെടുത്ത് അവിടെ വയ്ക്കാം. അതിന് ശേഷം ഉള്ളിലുള്ള ഷീറ്റ് പതുക്കെ പുറത്തോട്ട് വലിക്കുക. അപ്പോൾ ആ പിന്ന് ടൈറ്റാവും. അങ്ങനെ ടൈറ്റാവുമ്പോൾ അത് അവിടെ കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ അതിനെ ഒതുക്കി പിടിച്ച് നമുക്കൊരു ടേപ്പ് പതുക്കെ ചുറ്റിയെടുക്കാം. അങ്ങനെ ഇത് ഹെന്ന യൂസ് ചെയ്യുമ്പോൾ പുറത്തോട്ട് വരാതിരിക്കാൻ അവിടെയും ഒരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓരോ ഷീറ്റും കോണാക്കി റോൾ ചെയ്ത് എടുക്കാം. ഫസ്റ്റ് ബുദ്ധിമുട്ടായിട്ട് തോന്നും. നമ്മൾ പതുക്കെ ചെയ്താവുമ്പോൾ അത് ഓക്കെ ആവും. അപ്പോൾ പതുക്കെ ക്ഷമയോടെ ഓരോ കോണും റോൾ ചെയ്തെടുക്കുക. അതിൻ്റെ നിപ്പ് കറക്റ്റായിട്ട് കിട്ടുന്നത് വരെ അതൊന്ന് റോൾ ചെയ്ത് കറക്റ്റാക്കിയതിന് ശേഷം പിന്നെ നമുക്കതിലോട്ട് ചേർക്കാം. എന്നിട്ട് പതുക്കെ അത് റോൾ ചെയ്ത് എടുക്കാം. ഇങ്ങനെ നമ്മൾ പിന്ന് ചെയ്യുമ്പോൾ നമുക്കതിന് കറക്റ്റായിട്ടുള്ളൊരു ഹോള് തന്നെ കിട്ടും. ഹെന്ന ഇടുമ്പോൾ അത് നന്നായിട്ട് നമുക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ഡിസൈൻ ഒരു നീറ്റില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ യൂസ് ചെയ്തിട്ട് ഹോൾ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. അങ്ങനെ പതുക്കെ നമുക്ക് റോളായിട്ട് മടക്കി എടുക്കാം. അങ്ങനെ ഓരോ കോണും ഇങ്ങനെ റോള് ചെയ്ത് നമുക്ക് എടുക്കാം. ഇപ്പോൾ ശരിക്കും ഒരു കോണിൻ്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ ഷീറ്റും നമ്മൾ കോണാക്കി എടുത്തിട്ടുണ്ട്.
അങ്ങനെ ഇനി ഈ കോണിൽ നമ്മൾ ഹെന്ന ഫില്ല് ചെയ്യുന്ന പ്രോസസ്സാണ് നെക്സ്റ്റ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.